എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTTയിൽ റിലീസായതും റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഫസ്റ്റത്തെ അപ്ഡേറ്റ് നടികൾ എന്ന മൂവിയാണ്. ടൊവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത സിനിമയാണ് നടികൾ. കഥയിലെ നായകൻ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ. ആദ്യ 3 ചിത്രങ്ങളും സൂപ്പർ ഹിറ്റാക്കിയ നടൻ്റെ ഓഫ് സ്ക്രീൻ ജീവിതമാണ് സിനിമ പറയുന്നത്. ഇതിൽ ഡേവിഡ് പടിക്കലായി ടൊവിനോ തോമസാണ് അഭിനയിക്കുന്നത്. ടൊവിനോ തോമസിനെ കൂടാതെ ദിവ്യ പിള്ള, സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഭാവന എന്നിവർ ഇതിൽ മുഖ്യവേഷത്തിലെത്തുന്നു. സൈന പ്ലേയാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ റൂമർ പ്രകാരം ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ഇത് റിലീസ് ചെയ്യും. അടുത്തത് ബസൂക്ക എന്ന മൂവിയാണ്. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ഗുണ്ടാസംഘങ്ങളും ക്രൈംസുമായി പോകുന്ന കൊച്ചിയെ തൻ്റെ പ്രവർത്തനങ്ങളോടെ മാറ്റിയെടുക്കുന്ന ACP ബെഞ്ചമിൻ ജോഷുവ. അങ്ങനെ ഇരിക്കെ ചില മോഷണങ്ങൾ നടക്കുകയും ഈ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഈ കഥ പറയുന്നത്. C5 ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ മാസം ലാസ്റ്റ് ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് സൂപ്പർ സിന്ദഗി എന്ന മൂവിയാണ്. മുകേഷ്, ധ്യാൻ ശ്രീനിവാസൻ, പാർവതി നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിൻറ്റേജ് സംവിധാനം ചെയ്ത സിനിമയാണ് സൂപ്പർ സിന്ദഗി. ഇതൊരു കോമഡി എൻ്റർടൈനറാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സിദ്ധാർത്ഥ് എന്ന യുവാവ് സ്വന്തമായൊരു സംരംഭം തുടങ്ങാനായി പണത്തിനായി നെട്ടോട്ടം ഓടുന്നതും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ കഥ പറയുന്നത്. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ മാസം തന്നെ ഇത് റിലീസിനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത മൂവി കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. ധീരജ് ജെന്നി, ഇന്ദ്രൻസ്, ബിജു കുട്ടൻ, ജോയ് മാത്യു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ശരത് ജി മേനോൻ സംവിധാനം ചെയ്ത സിനിമയാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. അവിടെ നടക്കുന്ന ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയിൽ പറയുന്നത്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ റൂമർ പ്രകാരം ഈ മാസം 28 റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ക്യാമ്പസ് ഡയറി എന്ന മൂവിയാണ്. സുരാജ് വെഞ്ഞാറമൂട്, സുദേവ് നായർ, ഗൗതമി നായർ, RJ മാത്തുക്കുട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജീവൻ ദാസ് സംവിധാനം ചെയ്ത സിനിമയാണ് ക്യാമ്പസ് ഡയറി. VS അച്യുതാനന്ദൻ ഗസ്റ്റ് റോളിലെത്തുന്ന ഒരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. കഥ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പ്രദേശത്തെ ജലക്ഷാമവും വെള്ളം ഊറ്റിയെടുക്കുന്ന കുത്തക കമ്പനികൾക്കെതിരെ കോളേജ് പിള്ളേർ നടത്തുന്ന പ്രക്ഷോഭമാണ് സിനിമയുടെ പ്രമേയം. സിനിമ ഇപ്പോൾ സൈന പ്ലേയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പൃഥ്വിരാജ് നായകനായ ഹിന്ദി ചിത്രമാണ്. ഇതിൽ പൃഥ്വിരാജിനെ കൂടാതെ കാജോൾ, പ്രമുഖ നടൻ സെയ്ഫ് അലിഖാൻ്റെ മകൻ ഇബ്രാഹിം അലിഖാൻ എന്നിവരാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ സിനിമയിൽ പൃഥ്വിരാജിൻ്റെയും കാജോളിൻ്റെയും മകൻ്റെ വേഷത്തിലാണ് ഇബ്രാഹിം അലിഖാൻ അഭിനയിക്കുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.